കൗണ്ടിങ് കാർസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബ്രസയാണ്. ബ്രസ നമ്മൾ കുറച്ച് നാളായി ബ്രസ ചെയ്തിട്ട് നല്ലൊരു ബ്രസ കിട്ടിയിട്ടുണ്ടായില്ല. പ്രത്യേകിച്ച് ഡീസൽ ബ്രസ ഞാൻ മുമ്പ് കുറച്ച് നാളായി ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇന്ന് എത്തിക്കാൻ പോകുന്നത് ഒരു ഡീസൽ ബ്രസയാണ്. ZDI+ എന്നുള്ള ഓപ്ഷനാണ്. ZDI+ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം. എല്ലാ സംഭവങ്ങളും ഫുള്ളി ഡെവലപ്പായിട്ടുള്ള വാഹനമാണ്. പ്രത്യേകിച്ച് ക്രൂസ് കൺട്രോൾ, അതേപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, പിന്നെ അലോയ് വീൽസ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിലേക്ക് പോയേക്കാം. 2017 9 മാസം പുറത്തേക്ക് വന്നിരുന്ന വാഹനമാണ്. അതേപോലെ തന്നെ KL 55 ആണ് രജിസ്ട്രേഷൻ വന്നിരിക്കുന്നത്. IDV വാല്യൂ നിലവിൽ 6,80,000 രൂപ IDV വാല്യൂ നിലവിൽ വാഹനത്തിൽ നിൽക്കുന്നുണ്ട്. ഫുൾ കവർ ഇൻഷുറൻസും ലൈഫ് ടാക്സ് ഒക്കെ വന്നിരിക്കുന്ന വാഹനമാണ്. ഓക്കെ, കിലോമീറ്ററും കാര്യങ്ങളൊക്കെ വഴി ഇന്ത്യയിൽ കാണിക്കുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഇൻട്രോ എന്ന് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് പോകാം. അതിനൊക്കെ വണ്ടി ഇൻട്രോ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മാരുതിയുടെ ബ്രസയാണ്. ബ്രസയ്ക്ക് ഒട്ടനവധി രൂപവ്യത്യാസങ്ങളൊക്കെ ഈ വാഹനത്തിൽ നിന്ന് കാണാം. പ്രത്യേകിച്ച് ഗ്രില്ലിൻ്റെ ഭാഗത്തൊക്കെ കാണാം. അതൊക്കെ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വാഹനം ഒന്ന് ഫുള്ള് കണ്ടേക്കാം. ഇതിൻ്റെ നല്ലൊരു എന്താ പറയുക, നല്ല കണ്ടീഷനിലിരിക്കുന്ന വാഹനമാണ്. ഒരു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ZDI+ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവിധ ഫീച്ചേഴ്സും നമുക്ക് ഈ വാഹനത്തിൽ കാണാം കേട്ടോ. ഇൻക്ലൂഡിങ് നമുക്ക് ഇപ്പോൾ അലോയ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഓട്ടോ AC ഉണ്ട്, ക്ലൈമറ്റ് AC ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഈ വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ ദൂരെ നിന്നൊക്കെ നമുക്കൊരു എന്താ പറയുക, ജീപ്പ് കോമ്പസ് പോലെയൊക്കെ തോന്നിയേക്കാം. പക്ഷേ ആ ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ. ഇത് സാധാരണ ഒരു ബസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തേക്ക് വന്നിട്ട് ഇതിൻ്റെ വീലാർച്ചും ടയർ കണ്ടീഷനും കാര്യങ്ങളും നോക്കിയേക്കാം. വീലാർച്ച് ഇവിടെ നീറ്റായിട്ട് നിൽക്കുന്ന, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ നോക്കാം. ഗ്രിപ്പ് കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ടയർ അലോയ്സ് ചെറിയ രീതിയിലുള്ള സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ബോണറ്റ് നീറ്റായിട്ടിരിക്കുന്നു. അങ്ങനെ ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. കാണാം. ഇനി നമുക്ക് കണ്ടോ, ഈ ഗ്രില്ലാണ് ഞാൻ അടുത്ത് പറഞ്ഞത്. നമ്മുടെ ജീപ്പിനെ ഓർമ്മിപ്പിക്കുന്ന ഗ്രിൽസാണ്. താഴേക്ക് വന്നാൽ നമുക്കിവിടെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാം. ലാമ്പൊക്കെ ഓക്കെയാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് പറയുകയാണെങ്കിൽ നമുക്കിവിടെ വീലാർച്ച് നോക്കാം. ഇവിടെയും നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ചാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടയർ കണ്ടീഷൻ നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ട അതേ കണ്ടീഷൻ തന്നെ ലെഫ്റ്റ് സൈഡിലും കിട്ടുന്നുണ്ട്. DDIS ടെക്നോളജി വന്നിരിക്കുന്ന വാഹനമാണ്. 2 ഡോറും ഇവിടെ നീറ്റായിട്ട് ഇരിക്കുന്നു. പിന്നെ നമുക്കിവിടെയും വീലാർച്ച് നോക്കിയേക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. ടയർ കണ്ടീഷൻ നോക്കാം. നല്ല ഗ്രിപ്പ് നിൽക്കുന്ന ടയേഴ്സ് കിട്ടുന്നുണ്ട്. അലോയ്സ് ആയാലും നമുക്കിവിടെ നോക്കാം. സൈഡ് പോർഷൻ നോക്കാം. വാഹനത്തിൻ്റെ കണ്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു സൈഡ് പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് സ്പോയിലർ വരുന്നുണ്ട്. അതേപോലെ ഇവിടെ റിയർ വൈപ്പർ വരുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ബൂട്ടിൻ്റെ അവിടെ സുസുക്കിയുടെ ബാഡ്ജിങ് കാണാം. ZDI+ൻ്റെ ബാഡ്ജിങ് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സ് നമുക്കിവിടെ കാണാം. കണ്ടോ, നമുക്ക് സൈഡ് പോർഷനിലേക്ക് വരാം. സൈഡ് പോർഷനിലേക്ക് വരുമ്പോൾ ഇവിടെ 2 ഡോർ നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ടിരിക്കുന്ന ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 4 പവർ വിൻഡോസ് കാണാം. അതുപോലെ ബ്ലാക്ക് ഔട്ട് ചെയ്തേക്കുന്ന ഒരു ഡോർ പാഡ്സ് നമുക്ക് കൂടെ കാണാം. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നീറ്റായിട്ട് നിൽക്കുന്ന ഒരു സീറ്റും സീറ്റ് കവേഴ്സും നമുക്ക് കൂടെ കാണാം. കേട്ടോ, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഡാഷ്ബോർഡൊക്കെ നോക്കാം. ഡാഷ്ബോർഡൊക്കെ നീറ്റായിട്ടിരിക്കുന്ന ഡാഷ്ബോർഡ് നമുക്കിവിടെ കാണാം. ഇവിടെ മിഡിലിൽ നോക്കുകയാണെങ്കിൽ ടച്ച് സ്ക്രീൻ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് പവർ ഓൺ ചെയ്തിട്ട് കിലോമീറ്റേഴ്സ് നോക്കിയേക്കാം. കിലോമീറ്റേഴ്സ് നോക്കുമ്പോൾ 75,222 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. കേട്ടോ, അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് AC-യുടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണാം. ഫ്ലോർ നോക്കുകയാണെങ്കിൽ വിനാലൊക്കെ ചെയ്ത് ഭംഗിയൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. ഡോർ പാഡ്സ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു. സീറ്റ് കവേഴ്സ് നോക്കാം, നല്ല ഭംഗിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇവിടെ പാസഞ്ചർ സൈഡ് നോക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന പാസഞ്ചർ സീറ്റ്സ് നമുക്ക് കാണാം. റൂഫ് ആയാലും നല്ല ഭംഗിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ആയിരുന്നു നമുക്കിവിടെ ക്രൂസിൻ്റെ ബട്ടണുകൾ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നേക്കാം. ഇവിടെ നമുക്ക് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെയും നമുക്ക് ആ ഒരു ഇലൂമിനേഷൻ കൺട്രോൾ കാര്യങ്ങളൊക്കെ അവിടെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമുക്ക് ഡ്രൈവർ സൈഡിൽ നിന്ന് കാണിക്കാനുള്ളത്. ഇത് നമുക്ക് പയ്യൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചതിന് ശേഷം ഇതിൻ്റെ പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ, അങ്ങനത്തെ കാര്യം ലിസ്റ്റ് നോക്കിയേക്കാം. ഡോറിന് ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോർ പാഡ്സ് നീറ്റായിട്ടിരിക്കുന്നു. സീറ്റ്സും ഇവിടെ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെഗ് റൂം കാര്യങ്ങളൊക്കെ നോക്കാം. ന്യായമായിട്ടുള്ള ലെഗ് റൂം ഉണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം.
നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോറിന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഭാഗവും അതേപോലെ തന്നെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ലിവർ ഒന്ന് അപ്പ് ചെയ്യണം. പോയി കാണുന്നതാണ് ഈ ഒരു ബ്രസയുടെ ആ ഒരു എൻജിൻ ഭാഗം ആണോ. DDIS ടെക്നോളജി വന്നേക്കുന്ന ആ ഒരു ഗിയർ ടെക്നോളജിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയും എഡ്ജസും കാര്യങ്ങളും നോക്കാം. നല്ല വൃത്തിയിൽ നീറ്റായിട്ടിരിക്കുന്ന എഡ്ജസ്സാണിത്. ഗ്രില്ലൊക്കെ നോക്കാം. ഗ്രില്ലൊക്കെ നല്ല ഭംഗി തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് എല്ലാ ഭാഗവും. അതേപോലെ ഇവിടെ നോക്കാം. ഇവിടെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഉണ്ടോ. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂമിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കിയേക്കാം. ഓക്കെ, ജസ്റ്റ് ലിഡ് ഒന്ന് അപ്പ് ചെയ്യാണ്. ലിഡ് അപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടൊരു ബൂട്ടാണ്. ചെറിയ രീതിയിൽ അഴുക്ക് നമുക്ക് പ്ലാറ്റ്ഫോമും കിട്ടുന്നുണ്ട്, പക്ഷേ സൈഡൊക്കെ ഓക്കെയാണ്. നമുക്ക് ടയേഴ്സ് നോക്കിയേക്കാം. സ്പെയർ വീൽ നോക്കുമ്പോൾ ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ കുറവാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളുണ്ട്. ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. മൊത്തത്തിലുള്ള റൂം നോക്കാം, നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ അഡ്ജസ്റ്റിലേക്ക് ഒന്ന് പോയേക്കാം. അഡ്ജസ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ പാച്ച് ഉണ്ടെങ്കിൽ അത് നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു അഡ്ജസ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്കായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സും എക്സ്റ്റീരിയേഴ്സും. നമുക്കിനി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ബ്രസ കണ്ടു കഴിഞ്ഞു. ബ്രസ കറങ്ങാൻ വണ്ടിയല്ലേ, ZDI പ്ലസ് ഡീസൽ ഓപ്ഷൻ വന്ന വാഹനമാണ്. നല്ല മൈലേജും അതേപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ലോഡായിട്ടുള്ള വാഹനമാണ്. ഫ്രണ്ടിൽ തന്നെ നമുക്ക് 2 എയർ ബാഗ് സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കി ഡീറ്റെയിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ഫുൾ കവർ ഇൻഷുറൻസും ലൈഫ് ടാക്സൊക്കെ വന്നിരിക്കുന്ന വാഹനമാണ്. 6,80,000 രൂപയാണ് ഇതിൻ്റെ ID വാല്യൂ നിലവിൽ നിൽക്കുന്നത്. പിന്നെ കിലോമീറ്റർ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് പോകാം. റേറ്റിലേക്ക് പോകണേക്കാവുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ആ ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ബ്രസയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8,75,000 രൂപയാണ്. 8.75 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. അത് നെഗോഷ്യബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ രീതിയിൽ നിന്ന് നെഗോസിയേഷൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മുടെ രീതിയിൽ നെഗോസിയേഷൻ ചെയ്ത് തരാം. 7012665202 നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. അപ്പോൾ ഇതിലേക്കായിരുന്നു ഈ ഒരു ബ്രസയുടെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ ലൈനപ്പിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. ടാറ്റ, ബൈ.